ഇന്ത്യയിലെ വാണിജ്യ വ്യാപാര വ്യവസായ രംഗത്തുള്ള നിർജീവാവസ്ഥ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഇക്കോണമി ഒരു നിർജീവ ഇക്കോണമിയാണ് അഥവാ ഒരു ഡെഡ് ഇക്കോണമിയാണ് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ സമ്പദ്ഘടനയെ പരിരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടത്ര നടപടികൾ ശുഷ്കാന്തിയോടെ കൈക്കൊള്ളാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്, അല്ലാതെ മറ്റാരുമല്ല ഇങ്ങനെ ചോദിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ചോദിക്കുന്നതിന് കാരണമുണ്ട്. അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ കണ്ടാൽ ആരും അങ്ങനെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കർശനമായ ഭാഷയിൽ ചോദിച്ചു പോകും ഇത്തരം ചോദ്യങ്ങൾ. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ? നമുക്കറിയാം, ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത 2025 ജനുവരിയിൽ തുടങ്ങിയതാണ് അദ്ദേഹം വഴിയായിട്ടുള്ള വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ. ആ ആഗോളതലത്തിൽ യുദ്ധം തുടങ്ങി അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് മേൽ 25% താരിഫ് അദ്ദേഹം, ഇറക്കുമതി ചുങ്കം അദ്ദേഹം ഏർപ്പെടുത്തുന്നു. എന്തിനാണ് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയത്? അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ കൂട്ടാക്കുന്നില്ല. എന്ത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല? കാർഷിക ഉൽപ്പന്നങ്ങൾ വലിയ വില കുറച്ച്, അതായത് ഉൽപാദന ചെലവിനേക്കാൾ വില കുറച്ച് ഇന്ത്യയിൽ തരാൻ അമേരിക്ക തയ്യാറാണ്. അതിനാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ തരാമെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും ഇന്ത്യ അത് നിഷേധിക്കുന്നു? കാരണം ഇന്ത്യയിലെ 48% ജനങ്ങൾ കൃഷിയെ മാത്രമാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. അതേസമയത്ത് അമേരിക്കയിലോ വെറും 2% പേരാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കാരണം അമേരിക്കയിൽ കൃഷി എന്ന് പറയുന്നത് അതും ഒരു കോർപ്പറേറ്റ് ബിസിനസ് ആണ്. മറിച്ച് ഇന്ത്യയിൽ കൃഷി എന്ന് പറയുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരുടെ ജോലിയാണ്, അവരുടെ ജീവനോപാധിയാണ്. അപ്പൊ ഇങ്ങോട്ട് അമേരിക്കയിൽ കോർപ്പറേറ്റ് തലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ അതോടെ ഇന്ത്യൻ സമ്പദ്ഘടന തകരും. അതുകൊണ്ടാണ് അത് അനുവദിക്കാതിരുന്നത്. അതുകൊണ്ട് പ്രകോപിതനായ ട്രംപ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന, ഏറ്റവും നല്ല ട്രേഡ് റിലേഷൻസ് ഉള്ള രാജ്യമാണ് അമേരിക്ക എക്കാലത്തും. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യമാണ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുകയും ഇന്ത്യയിലേക്ക് കുറച്ചു മാത്രം വിൽക്കുകയും ചെയ്യുന്ന, ഇന്ത്യയോട് വിരോധം ഉണ്ടായിട്ടില്ല, ഇന്ത്യക്ക് വേണ്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് വാങ്ങാത്തത്. അപ്പൊ അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് അത്രയധികം വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വാങ്ങൽ കുറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യക്ക് ലോക രാഷ്ട്രങ്ങളുമായിട്ട് നോക്കുമ്പോൾ ആകെ നമ്മുടെ എക്സ്പോർട്ട് ട്രേഡുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് പല വർഷങ്ങളിലും ഉള്ളത്. ആ ട്രേഡ് സർപ്ലസ് ആയിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങൾ, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിലാണ് നമുക്ക് സർപ്ലസ് ഉള്ളത്, ട്രേഡ് സർപ്ലസ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫേവറേറ്റ് രാജ്യം തന്നെയാണ് വ്യാപാരവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. അങ്ങനെയുള്ള രാജ്യമാണ് ഇവിടേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്ന് വാശി പിടിച്ചതും. അങ്ങനെ വാശി പിടിച്ചിട്ടും അത് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ പേരിലാണ് ട്രംപ് 25% ചുങ്കം ചുമത്തുന്നു. ആ 25% ചുങ്കം ചുമത്തി ചില നിബന്ധനകളും കൂടി വെക്കുന്നു. എന്തൊക്കെ നിബന്ധനകളാണ് വെച്ചത്? ഞങ്ങളുടെ അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേറെ വഴിയുണ്ട്. നിങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇല്ലാതെയാക്കണം. അതുപോലെ റഷ്യയിൽ നിന്ന് മറ്റു പല ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുണ്ട്, അവയും ഇല്ലാതെയാക്കണം എന്നാവശ്യപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ്? റഷ്യയിൽ നിന്ന് 48% ഇന്ധനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെയും ഒരു ഇതുണ്ട്, അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നത് അവനവന്റെ കറൻസിയിലാണ്. ഡോളർ അവിടെ ഒരു മീഡിയമായിട്ട് വരുന്നില്ല. അതും അമേരിക്കയെ ചൊടിപ്പിച്ചു. അപ്പം അവിടെ നിന്നുള്ള ഇന്ധനം വാങ്ങൽ കുറയ്ക്കുന്നതോടെ, ഇല്ലാതെയാക്കുന്നതോടെ ആ അമേരിക്ക, അതായത് എന്തായിരുന്നു ട്രംപിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഉണ്ടായിരുന്ന മുദ്രാവാക്യം? മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. പിന്നെ രണ്ടാമത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? മേക്ക് അമേരിക്കൻ ഡോളർ
the best or the most favored dollar currency in the world. അപ്പൊ ഏറ്റവും നല്ല കറൻസി ആയിട്ട് അമേരിക്കൻ ഡോളറിനെ മാറ്റി തീർക്കണം. ഓഫ് കോഴ്സ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഏറ്റവും പിടിച്ചു നിൽക്കുന്ന കറൻസി, എപ്പോഴും മൂല്യം തകരാതെ സൂക്ഷിക്കുന്ന കറൻസിയാണ് ഡോളർ. അപ്പൊ ആ കറൻസിയെ കൂടുതൽ ശക്തമാക്കുക, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം അതൊക്കെ പറഞ്ഞാണ് പ്രസിഡന്റ് പദവിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ കറൻസിയിൽ തന്നെ വാങ്ങണം. അതായത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഇന്ത്യ അമേരിക്കൻ കറൻസി തന്നെ ഉപയോഗിക്കണം. ആ പിടിവാശി മൂലമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങൽ നിർത്തണം. അഥവാ എന്തെങ്കിലും വാങ്ങുന്നുവെങ്കിൽ നമ്മൾ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ എന്ത് വാങ്ങുന്നെങ്കിലും അത് അമേരിക്കൻ ഡോളറിൽ വേണം. ഇത്തരം കണ്ടീഷൻസ് ആണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ആ കണ്ടീഷൻസുമായിട്ട് സന്ധി ചെയ്യാത്തത് കൊണ്ട്, അതായത് അതിനനുസരിച്ച് മുട്ടുമുടക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഓഗസ്റ്റ് 7-ാം തീയതി 25% തീരുവയെ 50% തീരുവയാക്കി മാറ്റി. അപ്പോൾ അതുവരെ 0 ഇറക്കുമതി ചുങ്കത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉൽപ്പന്നങ്ങൾ പലതും 50% പെട്ട ഒറ്റയടിക്ക് 50% തീരുവ വന്നതോടെ 50% വിലക്കയറ്റമാണ് അമേരിക്കയിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ സാധനങ്ങൾ കയറ്റി അയച്ചാൽ അപ്പൊ അമേരിക്കൻസ് വാങ്ങില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ. ആ ഭയം കാരണം കൊണ്ട് പിന്നെ വ്യാപാരികള് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഓർഡർ പോലും ക്യാൻസൽ ചെയ്തു, പുതിയ ഓർഡർ കൊടുക്കാതെയായി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഇന്നലെ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യൻ ഇക്കോണമിയെ പറ്റി കടുത്ത പരാമർശം, ഒരു ഡെഡ് ഇക്കോണമിയായി മാറിയിരിക്കുന്നു, നിർജീവാവസ്ഥയിലാണ് ഇക്കോണമി എന്ന് പറയാൻ കാരണം തന്നെ അദ്ദേഹം ഏത് മേഖലയിലേക്ക് നോക്കിയിട്ടാണ്? അപ്പാരൽ മേഖല, അതായത് ഒന്നാന്തരം ഡിസൈൻസ്, അത് ആഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പാരൽസിന്റെ അതായത് വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അമേരിക്കൻസിന് ഇഷ്ടമുള്ള തരത്തിലുള്ള ഡിസൈൻസും ഒക്കെ ആയിട്ടാണ് ഇന്ത്യയിലെ അപ്പാരൽ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈലറിങ്ങും എല്ലാം, അതായത് അപ്പാരലിന്റെ ടൈലറിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് അത്രയേറെ വാങ്ങിക്കൊണ്ടിരുന്ന ആ മേഖലയിൽ തന്നെ ഒരു 4.5 കോടിയോളം ആൾക്കാരാണ് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് അവര് ബൈയിങ് ഓർഡേഴ്സ് നിർത്തലാക്കിയത് മൂലം തന്നെ ഇവിടെ ഉൽപാദനം നിലച്ചപ്പോൾ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ നിർത്തി. അതുപോലെ തന്നെ ഒരുപാട് തൊഴിലാളികളെ പിരിച്ചുവിട്ടു. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അപ്പാരൽ മേഖലയിൽ മാത്രം എന്ന് ഓർമ്മിക്കുക. അപ്പൊ ഓവറോൾ ഇന്ത്യയുടെ മുഴുവൻ സ്ഥിതി എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയുടെ മുഴുവൻ സ്ഥിതി എടുക്കണമെങ്കിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതായത് ഈ ഓഗസ്റ്റിലെ മാത്രം കഴിഞ്ഞ ഏതാനും മാസത്തെ മാത്രം ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് നോക്കാം. റോയിട്ടേഴ്സ് പറയുന്ന കണക്കനുസരിച്ച് ഡിസംബറിൽ ട്രേഡ് ഡെഫിസിറ്റ് വാസ്, അതായത് 25.04 ബില്യൺ ഡോളേഴ്സ് ആയിരുന്നു ഈ കഴിഞ്ഞ ഡിസംബറിലെ 2025 ഡിസംബറിലെ ട്രേഡ് ഡെഫിസിറ്റ്. അതായത് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ വ്യാപാര കമ്മി. എന്ന് വെച്ചാൽ എന്താണ് വ്യാപാര കമ്മി എന്ന് വെച്ചാൽ? ഇന്ത്യയിൽ നിന്ന് അമേരിക്ക കൂടുതൽ വാങ്ങിക്കുന്നു, അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കുറച്ച് വാങ്ങിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അമേരിക്കയ്ക്ക് കൊടുത്തു തീർക്കേണ്ടത് ആ വ്യാപാര കമ്മിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വ്യാപാര കമ്മി $25.04 ബില്യൺ ആയി ഉയർന്നു. എവിടെ നിന്ന്? 24.53 ബില്യൺ ഡോളേഴ്സിൽ നിന്ന്. അതായത് അതിന്റെ തൊട്ട് മുൻപിലത്തെ മാസം നവംബർ മാസത്തിൽ 24.53 ട്രില്യൺ ആയിരുന്നു വ്യാപാര കമ്മിയെങ്കിൽ ആ വ്യാപാര കമ്മി 25 ബില്യൺ ഡോളർ ആയിട്ട് വർദ്ധിച്ചു. അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയുമായിട്ട് വ്യാപാര സർപ്ലസ് ഉള്ള, ട്രേഡ് സർപ്ലസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക. ആ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യം കമ്മിയായി മാറി, നമ്മുടെ ട്രേഡ് സർപ്ലസ് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആയി മാറി എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് അതിന്റെ അപകടം മണക്കേണ്ടത്. അപ്പൊ അങ്ങനെ, അതായത് അതുവരെ, അതായത് ഓഗസ്റ്റ് മാസം വരെയും നമുക്ക് ട്രേഡ് സർപ്ലസ് ആയിരുന്നു അമേരിക്കയുമായിട്ട്. ഓഗസ്റ്റിൽ 25% ടാരിഫ് 50% ആക്കിയത് മുതലാണ് നമ്മൾ അമേരിക്കയുമായിട്ടായിരുന്ന ട്രേഡിലെ സർപ്ലസ് മാറി നമുക്ക് ഡെഫിസിറ്റ് അഥവാ കമ്മിയാകുന്നത്.
അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്നൊരവസ്ഥ, പണം അങ്ങോട്ട് കൊടുക്കണം. പണം എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറോ അതും അല്ലെങ്കിൽ സ്വർണമോ ഇതിന് പകരം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നതാണ് ഇപ്പൊ ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കുന്നത്. അതെങ്ങനെയാണ്? ഡിസംബറില് ട്രേഡ് ഡെഫിസിറ്റ് 25 ബില്യനായി വർദ്ധിക്കുന്നു. എവിടെ നിന്ന്? നവംബറിലെ 24.53 ബില്യണിൽ നിന്ന്. അപ്പൊ നവംബറിലും നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആയി, ഡിസംബറിലും ട്രേഡ് ഡെഫിസിറ്റ് ആയി. അതിന് പുറകിലേക്കുള്ള മാസങ്ങൾ നോക്കിയാൽ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കയുമായിട്ടുണ്ടായിരുന്നത്. ആ സർപ്ലസ് മാറി അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന വ്യാപാര സർപ്ലസ് മാറി വ്യാപാര കമ്മി രേഖപ്പെടുത്താൻ തുടങ്ങി ഓഗസ്റ്റ് മാസം മുതൽ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡിസംബറിലെ എക്സ്പോർട്സ് ടു US, അതായത് നമ്മളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് പിന്നെ നമുക്ക് ഡെഫിസിറ്റ് വന്നു. അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതോ അത് നോക്കാം. എക്സ്പോർട്സ് ടു US 6.89 ബില്യൺ. അതായത് മറ്റേത് 25 ബില്യണിലൊക്കെ നിൽക്കുമ്പോഴാണ് ഇവിടെ 6 ബില്യൺ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്സ് അത്ര കണ്ടു കുറഞ്ഞു. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഈ താരിഫ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഇതിന്റെ പല മടങ്ങായിരുന്നു അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഓർണമെന്റ്സ് ആകട്ടെ, അതുപോലെ നമ്മുടെ അപ്പാരൽസ് വസ്ത്രങ്ങളാകട്ടെ, നമ്മുടെ തുകൽ ഉൽപ്പന്നങ്ങളാകട്ടെ, ഇലക്ട്രോണിക് ഗുഡ്സ് ആകട്ടെ, എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആകട്ടെ, ഇതെല്ലാം വലിയ തോതിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയിലേക്കാണ് ഇത്ര പെട്ടെന്ന് ഈ എക്സ്പോർട്സ് കുറയുന്നത്. അപ്പോൾ ഡിസംബർ എക്സ്പോർട്സ് ടു US at $6.89 ബില്യൺ വേഴ്സസ് 6.92 ബില്യൺ ഇൻ നവംബർ. അപ്പോൾ 6.92 ബില്യൺ ഉള്ള എക്സ്പോർട്സ് ഉണ്ടായിരുന്നു നവംബറിൽ. അത് പിന്നെയും കുറഞ്ഞ് 6.89 ബില്യൺ ആയി. ഞാനിങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഈ വലിയ തീരുവ ചുമത്തിയതിന് ശേഷം, ഓഗസ്റ്റിന് ശേഷം ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങല് കൂടി, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കൽ കുറഞ്ഞു. എന്ന് വെച്ചാൽ താരിഫ് കാരണം അമേരിക്കക്കാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. താരിഫ് ചുമത്തിയത് ട്രംപാണ്. പക്ഷെ ജനങ്ങൾക്ക് എന്താണ് പ്രസിഡന്റ് ചെവിക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഒരുപാട് ക്രിറ്റിസിസം ട്രംപിന് അഗൻസ്റ്റ് ആയിട്ട്, ഇതുപോലത്തെ ട്രേഡ് പോളിസിക്ക് അഗൻസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം കൂട്ടാക്കുന്നില്ല. അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മള് WTOയുടെ 1995 കരാറിലേക്ക് പോകണം. എന്താണ് WTOയിലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രീറ്റി 1995 മൊറോക്കോയിലെ മരാക്കേഷിൽ വെച്ചാണ് ആ ട്രീറ്റിയിൽ എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്യുന്നത്. എന്തായിരുന്നു ആ ട്രീറ്റിയിൽ പറഞ്ഞിരുന്നത്? ആ ട്രീറ്റിയിൽ പറഞ്ഞിരുന്ന പ്രകാരമായിരുന്നു താരിഫുകൾ വികസ്വര രാഷ്ട്രങ്ങളും വികസിത രാഷ്ട്രങ്ങളും തമ്മിൽ ട്രേഡ് എങ്ങനെ വ്യാപാര ബന്ധം പുലർത്തണം എന്നുള്ളത് കാണിക്കുന്ന നിരക്കുകൾ, അതായത് താരിഫ് നിരക്കുകൾ നിശ്ചയിച്ചത് ആ ട്രേഡ് എഗ്രിമെന്റിലായിരുന്നു. ആ എഗ്രിമെന്റിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വമേധയാ നിശ്ചയിക്കുന്ന റേറ്റുകളുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നു. ട്രംപിനെ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് പറയുന്നത് പോലെയാണ് ട്രംപിനെ ആര് പിടിച്ചു കെട്ടും. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിലാണ് ട്രംപ് ഏകാധിപത്യ സ്വഭാവത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വെനിസ്വേലയില് പല കാരണങ്ങൾ പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പോയി പ്രസിഡന്റിനെയും ഭാര്യയെയും ഒക്കെയും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് ചില രാജ്യങ്ങളുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നത്. ഇറാന്റെ മേൽ കണ്ണുവെച്ചു. ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ പതുക്കെ പിന്മാറി. എന്തുകൊണ്ടാ പിന്മാറിയെന്നറിയാമോ? ഇറാനെ പേടിച്ചിട്ടല്ല. പക്ഷെ ഇറാന് എന്താ പറയുക, സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ചൈനയും റഷ്യയും ഉടനടി രംഗത്തെത്തി. അപ്പം ഇത് അത്ര ശരിയാവില്ല എന്ന് വിചാരിച്ച് ട്രംപ് പതുക്കെ ഓരോ കാരണങ്ങൾ ഒക്കെ പറഞ്ഞ് പിന്നോട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം മുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണല്ലോ, ഈ അടുത്ത ദിവസമാണല്ലോ അദ്ദേഹം പീസ് ബോർഡ്, സമാധാന സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി ഫോം ചെയ്തു. എല്ലാ രാജ്യങ്ങളെയും ആ ബോർഡിലേക്ക് വിളിക്കുന്നു. ആ ബോർഡിലേക്ക് വിളിക്കുന്നത് ഇതിലെ മെമ്പർഷിപ്പ് എടുക്കൂ, എന്നോട് യോജിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള ഒത്തിരി രാജ്യങ്ങൾ 19 രാജ്യങ്ങൾ ഇതിനകം പീസ് ബോർഡില് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. പക്ഷെ ചൈന, റഷ്യ,
അതുപോലെയുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ എടുത്തിട്ടില്ല. കാനഡയൊക്കെ ആ പീസ് ബോർഡിനോട് ശക്തമായ എതിർപ്പ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് യുണൈറ്റഡ് നേഷൻസ് എപ്പോഴാണ് നിലവിൽ വന്ന 1945 രണ്ടാം ലോക മഹായുദ്ധം കാരണം ലോകം മുഴുവനും തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് യുണൈറ്റഡ് നേഷൻസ് വരുന്നത്, ഫോം ചെയ്യപ്പെടുന്നത്. എന്താണ് UN രക്ഷാസമിതി വരുന്നത്. ആ UN രക്ഷാസമിതിയെ ഓവർടേക്ക് അതിലെ മെമ്പർഷിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്തു ട്രംപ്. അപ്പൊ അതിലെ UN മെമ്പർഷിപ്പും ക്യാൻസൽ ചെയ്ത് ട്രംപ് പിന്മാറിയതോടുകൂടി എന്ത് സംഭവിച്ചു? UN ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ഒരവസ്ഥയിലേക്ക് മാറി. എന്തുകൊണ്ട് മാറി? UN ഏറ്റവും കൂടുതൽ പ്രവർത്തന ചെലവിനുള്ള പണം കൊടുത്തിരുന്നത്, അതായത് എവിടെയൊക്കെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ പ്രവർത്തനത്തിന് ചികിത്സയ്ക്കും എല്ലാത്തിനും വേണ്ടി ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ ഫണ്ടിങ് നടത്തിയിരുന്നു അതിന്റെയൊക്കെ മേജർ ഷെയർ, നമ്മൾ പറയുന്നത് പോലെ ലയൺസ് ഷെയർ കൊടുത്തിരുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്ക UN നിന്ന് പിന്മാറിയതോടുകൂടി ആ UN തന്നെ പ്രവർത്തനരഹിതമായ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ, ഈ 19 രാജ്യങ്ങൾ ഓൾറെഡി US ഒപ്പം ചേർന്നു, ഈ പീസ് ബോർഡിൽ ചേർന്നു എന്ന് പറയുന്ന അവർക്കൊക്കെ അറിയാം US കൂടെ നിൽക്കുകയാണ് നല്ലത് എന്ന്. അപ്പൊ ഇനി US എന്ത് ട്രിക്കായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത്? അവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. ഇനി വലിയ തോതിൽ ഭീഷണി വരും ട്രംപിന്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ തന്നെ ചൈനയുടെ പേരിൽ 500% താരിഫാണ്, ഇറക്കുമതി ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പീസ് ബോർഡിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാകാത്ത എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോരുത്തരായി അമേരിക്കയുടെ മുൻപിലും മുട്ടുമടക്കും. അങ്ങനെ മുട്ടുമടക്കുന്ന ഒരവസ്ഥയാകാം സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ മുട്ടുമടക്കാതെ ഇന്ത്യ ഒന്നാമത്, ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ മേഖലകൾ ഏറ്റവും പ്രധാനം എന്ന് വിചാരിച്ച് ഒരു ട്രേഡ് ട്രീറ്റി എത്രയും വേഗം രേഖപ്പെടുത്തണം എന്നാണ്, അമേരിക്കയുമായി ഉണ്ടാകണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. അതായത് ഇങ്ങനെ പോയാൽ, അതായത് ഇപ്പോൾ ട്രംപ് പറയുന്ന ഈ പീസ് ബോർഡുമായി മുന്നോട്ട് പോയാൽ ഓരോരോ രാജ്യങ്ങൾ മുട്ടുമടക്കി അതിൽ ചേരും. അതുപോലെ ഇന്ത്യയോട് അല്ലെങ്കിൽ തന്നെ കെറിവിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അന്നത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ട്രംപ് പറഞ്ഞിട്ടാണ് ആ യുദ്ധം നിർത്തിയത് പാകിസ്ഥാനുമായിട്ടുള്ള എന്ന് ഇന്ത്യ വിട്ടുകൊടുക്കുന്നില്ല. ഇന്ത്യ പറയുന്നത് ആരും ഇതിനകത്ത് മധ്യസ്ഥം വഹിച്ചിട്ടില്ല, ഞങ്ങൾ സ്വമേധയാ എടുത്ത തീരുമാനമാണ് എന്ന് പറയുന്നു. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇപ്പോ നമ്മളെ മുട്ടുമടക്കിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പീസ് ബോർഡിലേക്കും ക്ഷണിക്കും, പീസ് ബോർഡിലേക്കും നമ്മൾ മെമ്പർഷിപ്പുമായിട്ട് ചെല്ലുന്നില്ല എന്ന് കാണുമ്പോഴേക്ക് ഇതിൽ കൂടുതൽ രോഷാകുലനായാലും ആക്ഷൻസ് എടുക്കാൻ, അതായത് ഇപ്പൊ 50% ഇരിക്കുന്ന താരിഫ് പെട്ടെന്ന് 500 മാറ്റുമോ ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ആകാശത്ത് കാർമേഘങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട്. എന്താണ് വരാനിരിക്കുന്നത് എന്ന് നോക്കിയിരുന്ന് കാണുകയേ രക്ഷയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പുച്ഛിച്ച് തള്ളാതെ വളരെ ഗൗരവത്തിൽ എടുക്കുകയും, അതായത് അജിത് ഡോവലും അതുപോലെയുള്ള നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററും അവരൊക്കെ മിടുക്കരാണ്. പക്ഷെ ആ മിടുക്കൊന്നും ട്രംപിന്റെ അടുത്ത് നടപ്പാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. പക്ഷെ അത് നടപ്പാകത്തക്ക രീതിയിൽ വേണ്ടത്ര ഡിപ്ലോമസി കാണിച്ച് തന്നെ എത്രയും നേരത്തെ ഒരു ട്രേഡ് ട്രീറ്റി നമുക്ക് ചേരാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര വ്യവസായ മേഖലകൾ മുഴുവനും തകർച്ചയുടെ വക്കിലേക്ക് പോകും. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു രാജ്യം എന്ന ക്രെഡിറ്റ് അമേരിക്കയ്ക്കുണ്ട്. ആ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം എന്ന ക്രെഡിറ്റ് അമേരിക്ക വിട്ടുകളയുന്നത് പോലെ, അല്ലെങ്കിൽ അമേരിക്ക ചുങ്കം 50% ഉയർത്തിയപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു? യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള നടപടികൾ എടുത്തു, ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കി. പക്ഷെ ഇമ്പാക്ട് എന്താണ്? വലിയ കാര്യമായ ഇമ്പാക്ട് ഒന്നും അത് ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ വ്യാപാര വ്യവസായ രംഗത്ത്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് തൊഴിലുകൾ നഷ്ടപ്പെട്ടതും വ്യവസായങ്ങൾ, അതായത് നാമമാത്ര ചെറുകിട ഇടത്തര സംരംഭങ്ങളാണ് ഈ പറയപ്പെട്ട മേഖലകളിലൊക്കെ ഉള്ളത്. അതെല്ലാം അടച്ചുപൂട്ടി പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പുതിയ ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്തത് അമേരിക്ക അങ്ങനെ കളിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കളിക്കും
എന്ന രീതിയിലാണ് ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ ടാർഗറ്റുമായിട്ട് മുമ്പോട്ട് പോയത്. അങ്ങനെ ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി യൂറോപ്യൻ യൂണിയനുമായിട്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ടു, UK പ്രത്യേക ഒപ്പിട്ടു. അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ഇതിലൊക്കെ ഒപ്പിട്ടു. പക്ഷേ അങ്ങോട്ടൊക്കെ കയറ്റി അയക്കാൻ കുറച്ചൊക്കെ പറ്റിയെങ്കിലും നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. US ട്രേഡ് എഗ്രിമെന്റിൽ എത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇപ്പൊ പോകുന്നത് പോലെ എങ്കിലും ഇപ്പോൾ തന്നെ, എന്നിട്ട് അതായത് അമേരിക്കയുമായിട്ട് നമുക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളപ്പോഴും ആഗോള തലത്തിൽ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഉള്ളത് പല സമയത്തും, ഒട്ടുമിക്ക വർഷങ്ങളിലും. അതുകൊണ്ട് അമേരിക്കയുമായിട്ട് ഇടഞ്ഞു നിന്നാൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വളരെ വൈഡൻ ചെയ്യും. അത് നമ്മുടെ വ്യവസായ മേഖലയെ, നമ്മുടെ തൊഴിൽ സൃഷ്ടിയെ ഒക്കെ ബാധിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കൊടുത്ത വാണിങ്ങിന്റെ അടിസ്ഥാന കാരണം.